നമസ്കാരം. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറിയ നടിയാണ് കീർത്തി സുരേഷ്. നെപ്പോ കിഡാണെങ്കിൽ കൂടിയും അഭിനയത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി കീർത്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെന്നിന്ത്യയിലെ താരമൂല്യമുള്ള നായികയായി താരം എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത്. അമ്മ മേനക സുരേഷിന്റെയും അച്ഛൻ സുരേഷ് കുമാറിന്റെയും പാതയിലൂടെയാണ് കീർത്തി സിനിമയിലെത്തുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു കീർത്തിയുടെ വിവാഹം നടന്നത്. ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ. ഇരുവരും കുറെ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല. ഗോവയിൽ വെച്ച് നടന്ന തമിഴ് ക്രിസ്ത്യൻ വിവാഹത്തിന് ശേഷം ഇതാ തനി മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷ്. ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. യഥാർത്ഥ വിവാഹം നടന്ന ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ കേരളീയ രീതിയിലുള്ള കീർത്തിയുടെ വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. ഗോൾഡ് നിറത്തിലുള്ള ധാവണിയിൽ കേരളീയ ട്രഡീഷണൽ ആഭരണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത്. കുർത്തയും മുണ്ടും ധരിച്ച് ഭർത്താവ് ആന്റണി തട്ടിലും അതിസുന്ദരനാണ്. ചടങ്ങിന് പങ്കെടുത്തവരുടെ വേഷവും കേരളീയമാണെന്ന് ചിത്രങ്ങളിൽ കാണാം. ആന്റണിയുടെ മാറിൽ ചാഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഫോട്ടോയടക്കം ആഘോഷത്തിന്റെ എല്ലാ ചിത്രങ്ങളും കീർത്തി പങ്കുവച്ചിട്ടുണ്ട്. ഡാൻസും ഡിജയും ഫുൾ ആഘോഷത്തിന്റെ വൈബാണ് ചിത്രങ്ങളിൽ. ആന്റണിക്കൊപ്പം കീർത്തി ഇതുപോലുള്ള ഏത് ഫോട്ടോ പങ്കുവച്ചാലും അത് വൈറലാവാൻ ഒരു കാരണമുണ്ട്. എന്നാൽ ആന്റണിയുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആണ്. കീർത്തിയാണെങ്കിൽ ആന്റണിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കുന്നതും വിരളമാണ്. ഹണിമൂണിന്റെ ചിത്രങ്ങളിൽ പോലും ഭർത്താവിന്റെ മുഖം മറച്ചുവെച്ചാണ് കീർത്തി ഫോട്ടോ പങ്കുവച്ചത്. പൊങ്കൽ ആഘോഷത്തിനിടെ പങ്കുവച്ച ഫോട്ടോയിൽ തന്റെ ചിത്രങ്ങൾക്കാണ് കീർത്തി മുഖ്യത്വം നൽകിയത്. വല്ലപ്പോഴും ഭർത്താവിന്റെ ഫോട്ടോ പങ്കുവെക്കുമ്പോൾ അത് വൈറലാവുന്നത് അതുകൊണ്ടാണ്. വിവാഹത്തിന് ശേഷം കീർത്തി മഞ്ഞച്ചരടിൽ കോർത്ത താലി മാത്രം ധരിച്ചിരുന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ പുതിയ ചിത്രങ്ങളിൽ മഞ്ഞച്ചരടില്ല. താലി സ്വർണ്ണ ചെയിനിലേക്ക് മാറ്റിയതാവാം. എന്നാൽ കീർത്തി അതും ധരിച്ചതായി കാണുന്നില്ല. അതേസമയം ഈ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ താരത്തിന്റെ താലി എവിടെ എന്ന് ചോദിച്ച് ആരാധകരെത്തി. നേരത്തെ താലിയും ധരിച്ചെത്തിയ താരത്തിന് നിരവധി വിമർശനങ്ങളാണ് ഉണ്ടായത്. വിവാഹത്തിന് പിന്നാലെ കീർത്തി ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് എത്തിയത് ചർച്ചയായി മാറിയിരുന്നു. ബേബി ജോണിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ നിന്നുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മഞ്ഞച്ചരട് താലി അണിഞ്ഞാണ് കീർത്തി പ്രൊമോഷൻ എത്തിയത്. വരുൺ ധവാനൊപ്പവും മറ്റുമുള്ള കീർത്തിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കീർത്തിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. താലിച്ചടലിനൊപ്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിച്ചതിനാണ് താരം വിമർശനം നേരിട്ടത്. വിവാഹിതയായതിന് പിന്നാലെ തന്നെ താലി ധരിച്ചുകൊണ്ട് മറ്റൊരു പുരുഷനൊപ്പം ചേർന്ന് നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും അടുത്ത് പെരുമാറുന്നതുമൊക്കെ സദാചാരികളെ ചൊടിപ്പിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ നടന്ന ട്രഡീഷണൽ വിവാഹത്തിൽ എന്തുകൊണ്ട് കീർത്തി താലി ധരിച്ചില്ല എന്ന ചോദ്യമാണ് ഉയർന്നത്. മാത്രമല്ല താരത്തിന് വിമർശനങ്ങളും ഇതോടുകൂടി ഉയർന്നുണ്ട്. കീർത്തി സുരേഷിന് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമായിരുന്നു ഭർത്താവ് ആന്റണി തട്ടിൽ എവിടെയെന്ന്. ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളല്ലാതെ ആന്റണി തട്ടിലെ മുഖം കാണുന്ന ഒരു ഫോട്ടോ പോലും വിവാഹത്തിന് ശേഷം കീർത്തി പങ്കുവച്ചിരുന്നില്ല. ഇതാണ് ആ ചോദ്യങ്ങൾക്ക് അന്ന് തുടക്കമായത്. ഹണിമൂൺ ചിത്രങ്ങളിൽ പോലും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആന്റണിയെ മാത്രമായിരുന്നു കാണിച്ചത്. എന്തിനിങ്ങനെ ആന്റണിയെ മറച്ചുവെക്കുന്നു എന്ന ചോദ്യത്തിന് ആന്റണി മീഡിയ പേഴ്സൺ അല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നാണ് കീർത്തിയുടെ വിശദീകരണം ഉണ്ടായത്. പക്ഷേ സൗഹൃദങ്ങൾക്കിടയിൽ ആന്റണി തട്ടിൽ വേറെ വൈബാണ്. അത് തെളിയിക്കുന്നതായിരുന്നു പൊങ്കലിന്റെ വീഡിയോയെല്ലാം.